ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് TV സീരിയൽസാണ്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ലോക്ക്ഡൗണൊക്കെ ഏകദേശം ഒരു ഇതായി, അതോടൊപ്പം തന്നെ പല ഇളവുകൾ നൽകുകയും അതോടൊപ്പം സീരിയൽ ഷൂട്ടിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്തു. നമുക്കറിയാം, ഒത്തിരി വ്യക്തികൾ ഇതിലൂടെ തങ്ങളുടെ വരുമാന മാർഗം കണ്ടെത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സീരിയലുകൾ? അപ്പോൾ ഈ സീരിയലുകൾ ഇല്ലാതായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അല്ലെങ്കിൽ സീരിയലുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, അതോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? അങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ചെറുതായിട്ട് ഇവാൻ പാവ്ലോയുടെ കണ്ടീഷനിങ് തിയറി ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവാൻ പാവ്ലോയുടെ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പട്ടിയുടെ എക്സാമ്പിൾ വെച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു പട്ടിക്ക് ആദ്യം ഒരു ഇറച്ചി കാണിച്ചു കൊടുക്കും. അപ്പോൾ നോർമലി പട്ടിക്ക് എന്ത് വരും? പട്ടിയുടെ വായിൽ നിന്ന് വെള്ളം വരും. അതിനുശേഷം അദ്ദേഹം ഒരു ബെല്ലടിക്കുകയും പിന്നെ അതിനുശേഷം പട്ടിയെ ഇറച്ചി കാണിക്കുകയും ചെയ്യും. അപ്പോൾ പട്ടിയുടെ വായിൽ നിന്ന് വീണ്ടും വെള്ളം വരും. അവസാനം അങ്ങനെ കാണിച്ച് ബെല്ലടിക്കുമ്പോൾ മാത്രമായിട്ട് പട്ടിയുടെ വായിൽ നിന്ന് വെള്ളം വരും, ഇറച്ചിയുടെ സാന്നിധ്യമില്ലാതെ തന്നെ. അപ്പോൾ അതുപോലെയാണ് ഓരോ ഹാബിറ്റും ഓരോ ശീലങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം അനുമാനിക്കുന്നത്. അതുപോലെ ഉണ്ടായതായ ഒരു ശീലമാണോ ഈ സീരിയൽ എന്ന് പറയുന്നത്? ഓക്കെ, നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. കാരണം ഇന്ന് കുറേ കാലത്തേക്ക് സീരിയൽ ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ സീരിയലുകൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സീരിയലുകൾ എത്രത്തോളം നമ്മളെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ഫാമിലിയിൽ എടുക്കുകയാണെങ്കിൽ ഫാമിലിയിലെ മൊത്തം മെമ്പേഴ്സ് കാണാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ് സീരിയൽ. അതിൻ്റെ സമയം സെറ്റ് ചെയ്തിരിക്കുന്നതും മറ്റുമെല്ലാം ഏകദേശം ആ ഒരു ടൈമിങ്ങിലാണ്. കൂടുതൽ സ്ത്രീജനങ്ങളൊക്കെയാണ്, കുട്ടികൾ അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത്. അപ്പോൾ ഇത് കാണുന്നത് വഴിയായിട്ട് നമുക്ക് പോസിറ്റീവ് എനർജിയാണോ അതോ നെഗറ്റീവ് എനർജിയാണോ കിട്ടുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇപ്പോൾ നമ്മളൊരു സീരിയൽ എടുക്കുകയാണെങ്കിൽ അതിലെ ഒരു കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടുണ്ടായിരിക്കും. ആ വീടിനകത്ത് ഒരു മരുമകൾ, ഒരു അമ്മായി അമ്മ, പിന്നെ പേരക്കുട്ടി, അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കും. ഈ കഥാപാത്രങ്ങളെല്ലാം സറൗണ്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല വ്യക്തി എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെയോ ഒരു കുഞ്ഞിനെയോ ഒക്കെ ചുറ്റിപ്പറ്റിയായിരിക്കും ആ സീരിയൽ. ബാക്കി ചെയ്യുന്ന പല ക്യാരക്ടറുകളും ഈ കുഞ്ഞുകുട്ടി ഒഴിച്ച് ബാക്കി, അല്ലെങ്കിൽ ആ ഒരു നല്ല സ്ത്രീ എന്ന് പറയുന്ന ആ വ്യക്തി ഒഴിച്ച് ബാക്കി എല്ലാവരും മെജോറിറ്റി ചെയ്യുന്ന കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കുറേ ചിന്തകളും നെഗറ്റീവായിട്ടുള്ള കുറേ തിങ്കിങ്ങുകളും ഗ്രൂപ്പിസം അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റർടൈൻ ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് കാലം നിലനിൽക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും അതിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ നമുക്കൊന്ന് റീതിങ്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടില്ലേ എന്ന് നമുക്കൊന്നുകൂടെ ചിന്തിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. സോ ലെറ്റ് us think more about the serials. അത് നമ്മളെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ ഇപ്പോൾ ഒരു പോസിറ്റീവ് ക്യാരക്ടേഴ്സ് അതിൽ വരികയും അത് നമ്മളെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇറ്റ് ഈസ് വെരി നൈസ്. പക്ഷേ അത് നെഗറ്റീവ് ക്യാരക്ടറുകളാണ് കൂടുതലെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് എലമെൻസിനെ അതിൽ നിന്ന് കളയുകയും സീരിയൽ കാണുകയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളും അതിൽ ഇൻവോൾവ് ആകാതെ നമ്മുടെ സെൽഫിനെ മാറ്റി നിർത്തി നമ്മുടെ സെൽഫിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് വാച്ച് ചെയ്യുകയും അങ്ങനെ അമിതമായിട്ട് വാച്ച് ചെയ്യാതിരിക്കുകയും ഒരു എൻ്റർടൈൻ പർപ്പസായിട്ട് അതിനെ കാണുകയും അതിനെ ഒരു കൂടുതൽ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കാതെ നമുക്ക് അതിനോട് ഒരു ഡിസോസിയേഷനോട് കൂടി വാച്ച് ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. സോ താങ്ക് യു ഫ്രണ്ട്സ്.